ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ സ്വാഗതം. ഇന്ന് ഞാൻ എക്വേരിയസിന് വേണ്ടിയിട്ട് മന്ത്ലി മെയ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിലും എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇടണ മെസ്സേജസ് ഒക്കെ ഇവിടെ ഞാൻ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ മെസ്സേജസും കിട്ടും. നിങ്ങൾക്ക് എന്നെ വേണമെച്ചാൽ അവിടെ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. അതല്ലാണ്ട് എൻ്റെ ചാനൽ, യൂട്യൂബ് ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. ചാനൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ആദ്യം ആക്സസ് കിട്ടും. നോൺ മെമ്പേഴ്സിന് പിന്നെയാണ് എല്ലാം കാണാൻ പറ്റുന്നത്. പക്ഷെ മെമ്പേഴ്സിന് എല്ലാം വീഡിയോസ് ആദ്യം അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ മെമ്പർ ആവുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെയ് മന്ത്ലി മെസ്സേജസിൻ്റെ അടുത്ത് പോവാം. എന്താണ് നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേരിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. മെയ് മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ 9 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ കറണ്ട് എനർജി മെയ് മാസത്തിൻ്റെ ഏസ് ഓഫ് വാൻസ്. നിങ്ങൾക്ക് ഫ്യൂച്ചർ എനർജിയിൽ 5 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്ക് അഡ്വൈസായിട്ട് 10 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. അപ്പോൾ അക്വേരിയസ്, ഞാനിവിടെ കാണുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 4 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയാണ് ആക്ച്വലി. ഈ മാസം ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ച് സൂക്ഷിക്കാണ്ട്, കുറേ സ്പെൻഡിങ് ഉണ്ടാവും, കുറേ ചിലവുണ്ടാവും. അപ്പോൾ ബഡ്ജറ്റ് വയ്ക്കുക. അത് ചെയ്യില്ല വെച്ചാൽ ചിലപ്പോൾ കുറച്ചൊരു ലോസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അതല്ലാണ്ട് ഇത് ഇമോഷണലി നിങ്ങൾ ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന് നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്യണു. ആ പേഴ്സൻ്റെ അടുത്തുനിന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അത്ര ഇൻട്രാക്ഷൻ ഇല്ല ഈ മാസം. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണെന്നല്ല പറയണത്, പക്ഷെ നിങ്ങൾ അത്ര ഇൻഫർമേഷൻ ഈ പേഴ്സണ് കൊടുക്കുന്നുണ്ടാവില്ല. കുറേ ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയിലാണ്. അപ്പോൾ ഈ 4 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? 4 സോഡ്സ്. അപ്പോൾ ഇവിടെ ഹീലിംഗിൻ്റെ എനർജി കാണാണ്ട് നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ എനർജീനെ കുറച്ചൊരു കൺട്രോൾ ചെയ്ത് വെക്കണേ. അത്ര എഫേർട്ട്, നിങ്ങൾ മുമ്പത്തെ മാതിരി എഫേർട്ട് ഇല്ല. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്, അതല്ല ഒരു സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എനർജീനെ കുറച്ച് ഒരു ഹീലിംഗ് എനർജിയിലാണ്. നിങ്ങളുടെ കാര്യങ്ങളാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണേ. ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ അത്ര പ്രയോറിറ്റൈസ് ചെയ്യണില്ല. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ആയിട്ടല്ല. ഓക്കെ, ഈ മാസം കിങ് ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു ഫയർ സൈൻ ഞാൻ കാണുന്നുണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങളുടെ പാസ്റ്റിൽ 9 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ പാസ്റ്റിൽ എന്തോ നിങ്ങളുടെ മനസ്സിൽ കുറേ എങ്സൈറ്റി ഉണ്ടായിരുന്നു ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, ജോബിൻ്റെ കുറിച്ച്, നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ എന്തോ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു പറഞ്ഞാൽ മനസ്സിലെന്തോ ഒരു വറി ഉണ്ടായിരുന്നു. 4 ഓഫ് വാൻസ് ജോബിൻ്റെ കാര്യത്തിലല്ല ചെയ്ത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ്. 4 ഓഫ് വാൻസ് ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട് എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക്, ഈ പേഴ്സൺ നിങ്ങളോടെല്ലാം തുറന്ന് പറയൂണില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങളുടെ മനസ്സിലൊരു സംശയം എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ വേറെ ഒരു പേഴ്സൺ ഇൻവോൾവ് ആണ്, ഒരു അഫെയർ ഉണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് കുറേ ഒരു ആങ്സൈറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾക്കൊരു എന്തോ ഒരു പേടി വരണു. അത് ഈ റിലേഷൻഷിപ്പ് മുമ്പത്തെ മാതിരിയല്ല, എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഈ പേഴ്സൻ്റെ ഉള്ളിൽ. അപ്പോൾ
കറണ്ട് എനർജിയിൽ ഏസ് ഓഫ് വോൺസ്, ഇതൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, പാഷൻ്റെ എനർജിയാണ്. എയ്റ്റ് ഓഫ് സോഡ്സ്. അപ്പോൾ എയ്റ്റ് ഓഫ് സോഡ്സ് ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് എന്താണെന്ന്. എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ നിങ്ങൾക്ക് പേടി ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരും ഉണ്ട് എന്നാണ് നിങ്ങൾക്കൊരു സംശയമുള്ളത്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലല്ല, നിങ്ങൾക്കൊരു പേഴ്സൺ ഇഷ്ടമാണ്, അങ്ങനെ ഒരു എനർജിയിലാണ് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു സംശയം ഉണ്ട്, അത് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വേറൊരു പേഴ്സൺ വന്നിരിക്കണു. അപ്പോൾ ആ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ മുകളിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അവർക്ക് ഇപ്പോൾ വേറെ ആരോ കിട്ടിയിട്ടുണ്ട്, അവരുടെ ലൈഫിൽ വേറെ ആരോ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പേടിയാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണോ, നിങ്ങൾ കുറേ ഒരു സ്റ്റക്കായി ഫീൽ ചെയ്യണം, നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഈ മാസം നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണോട് ഡയറക്റ്റ്ലി ഈ കാര്യം ചോദിക്കാൻ പോകുന്നുണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ഒരു ക്ലാരിറ്റിയുടെ എനർജിയാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം ഈ മാസം. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് ഡയറക്റ്റ്ലി കാര്യങ്ങൾ കൺഫ്രണ്ട് ചെയ്യും. ഫ്യൂച്ചറിൽ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത മാതിരി അല്ല നിങ്ങൾക്കൊരു റെസ്പോൺസ് കിട്ടാൻ പോണത്. ഓക്കെ, എന്നുവെച്ചാൽ 5 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു റിജക്ഷൻ്റെ എനർജിയാണ്. 6 ഓഫ് കപ്സ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ പേഴ്സണെ കുറേ മിസ് ചെയ്യണു. ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ ഒരു ചെറിയ ചാൻസ് ഉണ്ട്. പക്ഷേ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഡെഫിനറ്റ്ലി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ പേഴ്സണെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ടാവും, പക്ഷേ ഡെഫിനറ്റ്ലി ഈ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം. അപ്പോൾ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, മജിഷ്യൻ. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഒരു പുതിയ ബിഗിനിങ് ആണ്, ഒരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ് ആണ്. പക്ഷേ അത് ഉണ്ടാവണില്ല ഈ മാസം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് ഇല്ല ഈ മാസം, കോൺഫിഡൻസ് ഇല്ല. ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. 10 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ ഒരു ഹാപ്പി റിലേഷൻഷിപ്പാണ് കാണിക്കണത്. ഇത് അഡ്വൈസായിട്ട് എന്താവോ ഡെത്ത്. അപ്പോൾ എന്തോ ഒരു വലിയ മാറ്റം വരാൻ പോകണ്ട നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. കുറച്ചൊരു കൺഫ്യൂസ്ഡ് എനർജിയും ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് ഈ മാസം ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കണ്ട എന്നാണ് അഡ്വൈസായിട്ട് തരണത്. എന്നുവെച്ചാൽ ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ ഒരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടാണ്ട് ഒന്നും മനസ്സിൽ വെക്കരുത്. എന്നുവെച്ചാൽ അത് ചിലപ്പോൾ ശരിയാവില്ല, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കണ പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. അതൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ട് മതി ഒരു തീരുമാനം എടുക്കുക. നൈറ്റ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഈ മാസം നിങ്ങൾ എന്തോ ഒരു ഇമ്പൾസീവായിട്ട് കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ എനർജി തന്നെ അങ്ങനെയാണ്, ഒരു ഇമ്പൾസീവ്നെസ് ഉണ്ട്. എന്തോ ഒരു ഉടനെ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടാവും, അല്ലെങ്കിൽ ഉടനെ നിങ്ങളൊരു തീരുമാനം എടുക്കാനുള്ള എനർജിയിലാണ്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. അപ്പോൾ സ്ലോ മൂവിങ് എനർജിയാണ് ഈ മാസം. കാര്യങ്ങൾ കുറച്ചൊരു സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ കിങ് ഓഫ് പെൻറ്റിക്കിൾ, കുറേ പെൻറ്റിക്കിൾ എനർജീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ടോറസ് വെർഗോ കാപ്രിക്കോണും ആവാം. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളും ഏതോ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി ഉണ്ട്. കാര്യങ്ങൾ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യണത്. ഔട്ട്കം 10 ഓഫ് സോഡ്സ്. ഇവിടെ ഒരു ബിട്രിയൽഡ് എനർജി ഉണ്ട്. അപ്പം നിങ്ങളുടെ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു കാര്യം പുറത്ത് വരാൻ പോകുന്നുണ്ട്, റിവീൽ ആവാൻ പോകുന്നുണ്ട്. ഇത് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഈ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, പറഞ്ഞാൽ തുറന്ന് എല്ലാം ഇപ്പോൾ ഓപ്പണിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എന്താണ് ഫ്യൂച്ചർ ഉണ്ടാവുക എന്ന് ആ ക്ലാരിറ്റി കിട്ടും. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു എൻഡിങ് ഉണ്ട്. ഏതോ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ പിരിയണു, നിങ്ങളുടെ എൻഡിങ് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കൺട്രോൾ എടുക്കണു ആ സിറ്റുവേഷനിൽ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷൻ ശരിയായിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ അക്വേറിയസ് എനർജി ഉണ്ട്, ലിയോ എനർജി ഉണ്ട്. നിങ്ങൾ ഏതോ ഒരു പേഴ്സണെ കട്ട് ഓഫ് ചെയ്യണു നിങ്ങളുടെ ലൈഫിന്. ടോറസ് വെർഗോ കാപ്രിക്കോൺ കുറേ ഉണ്ട് ഇവിടെ. ക്യാൻസർ ഉണ്ട്, ക്യാൻസർ എനർജി, ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി.
ഫയർ സൈൻസും ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ മെസ്സേജ് ഇവിടെ? നിങ്ങളുടെ മെസ്സേജ് ഇവിടെ എന്താ വെച്ചാൽ ഇംപ്രൂവിങ് ഹെൽത്ത്. അപ്പോൾ ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ റിലേഷൻഷിപ്പിൻ്റെ ഹെൽത്ത് ആയിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് തന്നെ ആയിരിക്കാം ഇംപ്രൂവ് ചെയ്യണത്. റിമെയിൻ പോസിറ്റീവ്. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻ ആയാലും പോസിറ്റീവായി വെക്കുക മനസ്സ്. എന്നുവെച്ചാൽ ഈ സമയം കുറച്ചൊരു ചാലഞ്ചിങ് ആണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങളോട് എന്തോ പറയാൻ നോക്കുന്നുണ്ട്. പക്ഷേ പോസിറ്റീവ് കാര്യം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാവില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അക്വേരിയസ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.